റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പള്ളി മസ്ജിദ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരിലാണ് ഈ പള്ളിയുള്ളത്. ഇവിടെ 4 ഖലീഫമാരുടെ പേരിലും പള്ളി കാണാം. ഈ പള്ളിയുടെ പ്രത്യേകത നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഖീല ഇന്നഹു ബുനിയ ഫീ മൗദിഇൻ സ്വല്ലാ ഫീഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഈദി, ഇവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കാരം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വലാത്തുൽ ഈദി വസല്ലാ ഫീഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സമന ഖിലാഫത്തിഹി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് ഇവിടെ വെച്ച് എന്തായിട്ടുണ്ട്, മഹാനവറുകളും പെരുന്നാൾ നിസ്കാരം നടത്തിയിട്ടുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പെരുന്നാൾ നിസ്കരിച്ചു. അതിൻ്റെയൊക്കെ ഓർമ്മ ലോകാവസാനം വരെ നിലനിൽക്കണമെന്ന ഉദ്ദേശത്തിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളാണ് ഈ ചരിത്രം അടയാളപ്പെടുത്തിയത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് കിട്ടി. ആരോടും പറയാൻ കഴിയില്ല, എല്ലാവരും ശത്രുക്കളാണ്. വളരെ രഹസ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തുന്നത്. ദാറുൽ അർഖമാണ് ഞാൻ മക്കയിൽ നിന്ന് കാണിച്ചു തന്നിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഓഫീസ്, ആ ഓഫീസിൽ വെച്ച് രഹസ്യമായി മീറ്റിങ്ങുകൾ കൂടും. വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ സ്വകാര്യമായി പ്രബോധനം എത്തിക്കും. ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വരുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് അബൂജഹൽ അടങ്ങുന്ന സംഘം ആരാണ് മുഹമ്മദിൻ്റെ തലയെടുക്കുക എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിന് തയ്യാറായി. അവിടുന്ന് ഊരിപ്പിടിച്ച വാളുമായി ദാറുൽ അർഖമിലേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോവുകയാണ്. പോകുന്ന വഴിയിൽ സ്വന്തം പെങ്ങളുടെ വീട്ടിൽ പോകുന്ന വഴിയിൽ പറഞ്ഞു, നിങ്ങൾ സ്വന്തം പെങ്ങളെ നന്നാക്കിയതിന് ശേഷമല്ലേ മുഹമ്മദിൻ്റെ തലയെടുക്കലെന്ന് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ സഹോദരി ഫാത്തിമ അവരിങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന വിവരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അറിയുന്നത്. അങ്ങനെ നേരെ ചെല്ലുന്നത് അവിടെയാണ്. ആ സമയത്ത് മഹദി അവിടെ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് കണ്ടപ്പോൾ വേഗം എന്ത് ചെയ്തു, മുസ്ഹാബ് പൂട്ടിവെച്ച് അങ്ങോട്ട് മാറ്റിവെച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇവിടുന്ന് ഓതുന്നത് കേട്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. ആ മുസ്ഹാഫിനെ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു, അത് ശുദ്ധിയില്ലാതെ തൊടാൻ പറ്റൂല. അങ്ങനെ അവിടെ വെച്ച് അടിപിടി ഉണ്ടായി. ഫാത്തിമ ബീവിയുടെ ഭർത്താവിൻ്റെ ചുണ്ട് വരെ പൊട്ടിയെന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേരെ ദാറുൽ അർഖമിലേക്ക് ചെല്ലുകയാണ്. അവിടെ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, കുറഞ്ഞ സ്വഹാബത്തുമുണ്ട്. അവിടെ കയറി ചെന്നപ്പോൾ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വലത്തെ കൈ പിടിച്ചു. അലി റളിയല്ലാഹു തആല അൻഹു ഇടത്തെ കൈയും പിടിച്ച് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ മനമാറ്റമാണ് ഉണ്ടായത്. അവിടെ ചെന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, ഇത് സത്യമായ ഒരു ദീനല്ലേ, ഒരു പ്രസ്ഥാനമല്ലേ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ രഹസ്യമായി ഇവിടെ ഇങ്ങനെ കൂടുന്നത്, നമുക്ക് പരസ്യമായിട്ട് തന്നെ പ്രബോധനം നടത്തണമെന്ന് പറഞ്ഞ് അവിടെ കൂടിയ 10-40ഓളം വരുന്ന സ്വഹാബത്ത് നേരെ കഅബയുടെ അടുത്തേക്ക് തക്ബീർ ചെല്ലുകയും അതുപോലെ മക്കയുടെ പല ഭാഗങ്ങളിലും അവർ തക്ബീർ ചൊല്ലിക്കൊണ്ടൊരു പ്രകടനം നടത്തി. മക്കയുടെ എല്ലാ മുക്കുമൂലകളിലും ആ തക്ബീർ ധ്വനികൾ കേട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് പരസ്യമായി ഇസ്ലാം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഞാൻ ആ ചരിത്രം ഇവിടെ വെച്ച് പറയാനുള്ളൊരു വിഷയം, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പിന്നീട് റസൂലുള്ളാഹിൻ്റെ 53-ാമത്തെ വയസ്സിൽ എല്ലാവരും മദീനയിലേക്ക് ഹിജ്റ പോരുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹും ഹിജ്റ വന്നു. പിന്നീട് 10 വർഷം മദീനയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജീവിച്ചു.
റസൂലുള്ളാഹി വഫാത്തായപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പ്രബോധനം ഏറ്റെടുത്തു. 3 വർഷത്തിനടുത്ത് അവരും പ്രബോധനം നടത്തി. അതിനുശേഷം ഖലീഫയായി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി ഏറ്റെടുക്കുകയാണ്. 12 വർഷത്തോളം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രബോധനം നടത്തി. വലിയ മാറ്റങ്ങൾ രാജ്യത്തുണ്ടായി. ഒരുപാട് സംഘങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം സുബ്ഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മസ്ജിദുൻ നബവിയിൽ ഇമാമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്നൊരു ജൂതൻ വിഷത്താൽ ഊട്ടപ്പെട്ട ഒരു കത്തിയുമായി വന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തുകയാണ്, വയറ്റിന് കുത്തുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വീണു. ആ സമയത്ത് പാല് കുടിക്കാൻ കൊടുത്തപ്പോൾ അത് കുടിച്ചപ്പോൾ വയറ്റിലുള്ള മുറിവിലൂടെ പുറത്തേക്ക് വന്നു എന്നാ. അങ്ങനെ മരണവേദനയുമായി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ കിടക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് പോയി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇങ്ങ് പിടിച്ചപ്പോൾ ഒരു സഹാബി വലത്തെ കയ്യാ പിടിച്ചത്. ആ മരണവേദനയിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവിടെ പിടിക്കല്ലേ, ഹംസ പിടിച്ച വേദന മാറിയിട്ടില്ല. 10-30 വർഷം മുമ്പ് ഹംസ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ തലയെടുക്കാൻ വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദാറുൽ അർഖമിലേക്ക് വന്നപ്പോൾ വലത്തെ കൈയൊന്നിങ്ങനെ പിടിച്ചിരുന്നു. ആ പിടുത്തത്തിൻ്റെ വേദന 30 വർഷങ്ങൾക്ക് ശേഷം മരണവേദനയിൽ ഒരു സഹാബി പിടിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്, അവിടെ പിടിക്കരുത്, ഹംസ പിടിച്ച വേദന മാറിയിട്ടില്ല. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവർ പെരുന്നാൾ നിസ്കരിച്ച ആ ഒരു സ്ഥലം, ആ ഒരു ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിങ്ങോട്ട് വന്നു. ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സാധിപ്പിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇരു ഹറമുകളിലും വന്ന് നമ്മൾ റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചോദിച്ചതൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഓരോ ദിവസങ്ങളിലും മുൻകാലങ്ങളിൽ ഞങ്ങളെ കൂടെ ഹജ്ജിന് വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടിയും വന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. റഹ്മാനായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും ധാരാളം സന്ദർഭങ്ങളിൽ ഇരു ഹറമുകളിൽ വരാനും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആയിൽ ഞങ്ങളെ പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ, ഞങ്ങളെ സഹോദരങ്ങൾ സഹോദരിമാർ, അവരുടെ മക്കൾ, അല്ലാഹുവേ ഞങ്ങളാക്കിയ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ച സർവ്വ മുഅ്മിനീങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഹബീബായ തങ്ങളുടെ പൊരുത്തവും തൃപ്തിയും വാങ്ങിച്ചു പോകുന്ന സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഒരു സലാം റസൂലുള്ളാഹിക്ക് പറയാം, ഞാൻ പറഞ്ഞുതരാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു തആല സ്വലാത്ത് ഒരുപാട് ചൊല്ലുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞില്ലേ? മറ്റൊന്ന്, നമ്മൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു താമസിച്ച ഭാഗം, അവരുടെ വീടും ഇവിടെയാണെന്ന് കിതാബുകളിൽ കാണാം. ആ ഒരു ഓർമ്മക്കൊക്കെ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇല്ല, ഇത് തുറക്കലില്ല. ഒരുപാട് കാലമായിട്ട് പഴയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം അടുത്താണ് ഒന്ന് പെയിൻ്റ് അടിച്ച്. എന്നാ പോവാം.